ഹായ് ഹലോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറമ്പിലോട്ടെന്നിറങ്ങാമെന്ന് വെച്ചു. കപ്പയ്ക്ക അടക്കുക എന്നുള്ളൊരു ദൗത്യമാണ് എൻ്റെ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും കൂടിയൊക്കെ പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണ്ടേ, അവിടെ എന്തൊക്കെയാണ് നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. വെറുതെ ഫോണിൽ തന്നെ എപ്പോഴും കുത്തിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാനും വിചാരിച്ചു. അമ്മ പറഞ്ഞ ദൗത്യം ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ കപ്പ മരത്തിൻ്റെ മൂട്ടിലെത്തി. കൊച്ചു കപ്പയ്ക്കായതുകൊണ്ട് വേറൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അടത്തെടുക്കാം. അങ്ങനെ ഒന്ന് അടത്തിരിക്കുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇടി 2-3 അടച്ചിടണേ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും വിചാരിച്ചു, ശരി 2-3 അടത്തിട്ടേക്കാം, നമുക്ക് വേറെ ചിലവൊന്നും ഇല്ലല്ലോ. അവർ പറഞ്ഞല്ലേ, കേട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഞാൻ വീണ്ടും കപ്പമരത്തിൻ്റെ മുകളിലോട്ട് വന്നു. ഇത് അടക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. കൊച്ചു കപ്പമരം ആയതുകൊണ്ട് തോട്ടയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് താഴെ നിന്ന് തന്നെ എത്തിപ്പറിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ 2ാമത്തെ കപ്പയ്ക്ക പറിക്കുക എന്ന ദൗത്യവും പൂർത്തിയാക്കി. ഇനി 3ാമത്തെ കപ്പയ്ക്ക അതിനകത്ത് നിൽക്കുന്നു, അതും കൂടെ ഒന്ന് പിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഇത്തിരി പാടൊക്കെ പെട്ടാണെങ്കിലും ശരി തന്നെ, അത് ഞാൻ പിച്ചിരിക്കുമോ എന്നുള്ളൊരു ഇതിൽ തന്നെ ഞാൻ പിച്ചി എടുത്തു കേട്ടോ. അങ്ങനെ അടുത്തതായിട്ട് ഞാനിങ്ങനെ ഇതാ നമ്മളെ ചേമ്പാണ്. ചേനോ ഇതിൻ്റെ പേര് എനിക്ക് വലിയ തിട്ടമില്ല. ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. ഇതിനകത്ത് ശരിക്കും പീനട്ട് ബട്ടർ ഫ്രൂട്ട് പിടിച്ച് നിന്നായിരുന്നു. നമ്മുടെ വീട്ടിലെ മാവ് മുറിക്കാൻ വന്നപ്പോൾ അത് മുറിച്ച് അതിൻ്റെ മണ്ടയിൽ കൂടെ ഇട്ട് മൊത്തം നശിപ്പിച്ചു. ഇനി നമുക്ക് ലൗലോലിക്കയുടെ അടുത്തോട്ട് പോയാലോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്ത് പേരാണ് പറയുന്നത്? ലൗലോലിക്ക, ശീമനെല്ലിക്ക, അങ്ങനെ നമ്മളിവിടെ ശീമനെല്ലിക്ക എന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ ലൗലോലിക്ക എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കണ്ടോ, ഇതിനകത്ത് ശരിക്കും ഉണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ പറിച്ച് പിച്ചി പിള്ളേർക്ക് ഉപ്പിലിട്ട് കൊടുക്കാനും അച്ചാറിട്ട് കൊടുക്കാനൊക്കെ പിച്ച് വച്ചിരിക്കുന്നു. ശരിക്കും ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇതിന്ന് പിച്ച് കൊടുത്തു. ഞാൻ എന്തോ ഒരു പുളിപ്പ്. മതി ഇത് ഇത്തിരി ചുമ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കും.